എല്ലാവർക്കും നമസ്കാരം. 15-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിൽ ന്യൂറംബർഗിലെ ഒരു വീട്ടിൽ ടോസ് ഇടുകയാണ്. എന്തിനു വേണ്ടിയാണ് ടോസ് ഇടുന്നത്? ആ വീട്ടിൽ 18 മക്കളാണ്. അതിൽ 2 കൗമാരക്കാർ നന്നായി ചിത്രം വരയ്ക്കും. അപ്പൻ്റെ ഏക വരുമാനം മാത്രമാണ് ആ വീട്ടിലുള്ളത്. 2 പേരെയും ചിത്രകല പഠിപ്പിക്കുവാനുള്ള സാമ്പത്തികം അവിടെയില്ല. അതുകൊണ്ട് ടോസ് വീഴുന്ന ആള് ചിത്രകല പഠിക്കാൻ പോകണം. മറ്റേയാള് അയാളെ പഠിപ്പിക്കുവാൻ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുവാനായിട്ട് പോകണം. ടോസ് വീണത് ആൽബ്രഷിന്. അദ്ദേഹം ചിത്രകല പഠിക്കുവാനായി വണ്ടി കയറി. മറ്റേയാൾ ആൽബർട്ട്, അയാൾ സഹോദരനെ പഠിപ്പിക്കാൻ കൽക്കരി ഖനിയിലേക്കും. 4 വർഷത്തെ പഠനത്തിന് ശേഷം മടങ്ങിയെത്തിയ ആൽബ്രഷിനെ സ്വീകരിക്കാനായി കുടുംബം ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നിനിടയിൽ ഉടപ്പിറന്നവനെ ചേർത്ത് പിടിച്ച് ആൽബ്രഷ് പറഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്, നീ പോയി പഠിക്കണം. കൂപ്പുകൈകൾ നെഞ്ചോട് ചേർത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൻ പറഞ്ഞു, ഇല്ല, എനിക്കിനി അതിന് കഴിയില്ല. ഖനിയിലെ കഠിനമായ പണികൾ മൂലം അവൻ്റെ വിരലുകൾ ഒടിഞ്ഞും വളഞ്ഞും വികൃതമായിരുന്നു. സൂക്ഷ്മമായ വരകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അവൻ്റെ ആരോഗ്യം നശിച്ചിരിക്കുന്നു. കണ്ണുനീരോടെയാണ് ആൽബ്രഷ് അത് കണ്ടത്. പിന്നീട് അവന് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിരുന്നു. അതിലൊന്നിൽ അവൻ ആ കരങ്ങളുടെ ചിത്രം വരച്ചു. പ്രൈയിങ് ഹാൻഡ്സ് എന്ന പേരിൽ ആ ചിത്രം ഇന്നും വിശ്വപ്രസിദ്ധമാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ഇങ്ങനെ ഒടിഞ്ഞും വികൃതവുമായ ചില കരങ്ങളുണ്ട്. ആ കരങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമായിരിക്കുന്നത്. ആൽബ്രഷ് ഡ്യൂറർ എന്ന പ്രശസ്തനായ ജർമ്മൻ ചിത്രകാരനെ രൂപപ്പെടുത്തിയത് സഹോദരന്റെ ഖനിയിലെ വിയർപ്പായിരുന്നു. അവന്റെ ഉള്ളിലുമുണ്ടായിരുന്ന ഒരു ചിത്രകാരൻ. പക്ഷേ തൻ്റെ സഹോദരന്റെ ജീവിതത്തിന് നിറച്ചാർത്ത് കൊടുക്കാൻ വേണ്ടി അവൻ കൽക്കരി ഖനിയുടെ ആ ഇരുണ്ട ഇടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വന്നു. സാഹോദര്യം എന്ന് പറയുന്ന വാക്കിന് ഇതിൽ കൂടുതൽ എന്തർത്ഥമാണ് കൽപ്പിക്കാൻ കഴിയുന്നത്? ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു, എ ബ്രദർ, only a brother can love like a father, know like a sister, care like a mother, support like a friend. സഹോദരത്തിനേൽക്കുന്ന ആഘാതം കയീൻ ഹാബേൽ ബന്ധത്തിലൂടെ നമ്മളെ വിശുദ്ധ വേദപുസ്തകം വരച്ചു കാട്ടുന്നു. തന്നെ കൊല്ലാൻ കൊണ്ടുപോയിട്ടും പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ടും ക്ഷാമത്തിന്റെ കാലത്ത് സഹോദരങ്ങൾ വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന യൗസേപ്പ് സഹോദര്യത്തിന്റെ മഹത്തായ അർത്ഥം വരച്ചു കാട്ടുന്നു. പോപ്പ് ഫ്രാൻസിസ് കുറിക്കുന്നു, ഫ്രട്ടേണൽ ലവ് ഈസ് ദ നിയറസ്റ്റ് ടെസ്റ്റിമണി that we can give that Jesus is alive among us. ഒരുവന് ആരാധന പങ്കെടുക്കുവാനുള്ള ഏറ്റവും വലിയ യോഗ്യത അവൻ ഫ്രറ്റേണിറ്റിയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ പോലും അതിനുള്ള യോഗ്യത നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ജീവിതത്തിന് നിറം പിടിപ്പിച്ച് തന്നവർ, ആ ഖനിയിൽ ജോലിക്ക് പോയ സഹോദരന്റെ കരങ്ങൾ പോലെ ചില ജീവിതങ്ങൾ വികൃതമായതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതം ചന്തമുള്ളതായി നിൽക്കുന്നത്. ഒരിക്കലും മറക്കരുത് സഹോദര്യത്തിൻ്റെ ആ നല്ല ദർശനം. നമുക്കും ഈ ലോകത്ത് സഹോദര്യത്തിൻ്റെതായ ചില നിയോഗങ്ങളുണ്ട്. അത് നിർവഹിച്ചേ മതിയാകൂ. 1 പത്രോസ് 2-ാം അധ്യായം 17-ാം വാക്യം.
സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, എന്നയോളം അവിടുന്ന് പകർന്നു തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിത വഴികളിൽ അല്പമായോ അധികമായോ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും കരുതൽ കൊണ്ടും നിറം പിടിപ്പിച്ച കുറേയേറെ മനുഷ്യരുണ്ട്. കർത്താവെ, അവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ആ നിയോഗമുണ്ടല്ലോ. ആ നിയോഗങ്ങളെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാൻ, പ്രചോദിപ്പിക്കേണ്ടവരെ പ്രചോദിപ്പിക്കുവാൻ, സഹായിക്കേണ്ടവരെ സഹായിക്കുവാൻ, കരുതേണ്ടവരെ കരുതുവാൻ ഞങ്ങൾക്കും കഴിയണമേ. സഹോദര്യത്തിൻ്റെ നല്ല ദർശനം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണമേ. കർത്താവെ, ആരെയും വേദനിപ്പിക്കാതെ നന്നായി മുൻപോട്ട് പോകാൻ കൃപ ചൊരിയണമേ. തെറ്റുകളോടും തിന്മകളോടും സമരസപ്പെടുവാൻ ഇടവരരുതേ. ദൈവകൃപയുടെ ചിറകിൽ ഞങ്ങളെ കാത്തോളണമേ. യേശുവേ, ദാവീദ് പുത്ര, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.